ശ്രീ സെന്തിൽനാഥനിലേക്ക് പോവുകയാണ്. ശ്രീ സെന്തിൽനാഥൻ, വിജയ് മല്യയുടെ UB ഗ്രൂപ്പിന് വേണ്ടിയാണല്ലോ താങ്കൾ ഇതിൻ്റെ പരിശുദ്ധി പരിശോധിച്ചത്. അത് അന്ന് പൂർണ്ണമായും, അതായത് 1998 പൊതിഞ്ഞത് കൃത്യമായും സ്വർണം തന്നെ എന്ന് തന്നെയല്ലേ താങ്കളുടെ നിഗമനം? അതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ ചില വിവരങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കാം. ഷുവർ. അതായത് 1997 ഈ ഓർഡർ റിസീവ് ചെയ്യുന്നത് ത്രൂ ദി ദെൻ ഹൈക്കോർട്ട് ജസ്റ്റിസ് AR ലക്ഷ്മണനാണ് ഈ ഓർഡർ പുറപ്പെടുവിക്കുന്നത്. ഇന്ന പ്രക്രിയയിൽ കൂടെ ഈ വർക്ക് ക്യാരി ഔട്ട് ചെയ്യണമെന്നുള്ള സ്പെസിഫിക് നിർദ്ദേശത്തോടുകൂടിയാണ് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി ഞാൻ ആ വർക്കിൽ ഇൻവോൾവ് അല്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം 1998 ഹാൻഡ് ഓവർ ചെയ്യുന്ന സാഹചര്യത്തിൽ അതിലൊരു ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു, ഒരു ലീക്കേജ് റൂഫിൽ. അപ്പോൾ അത് റാറ്റിഫൈ ചെയ്ത് തരണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു എന്നെ അവിടെ വിളിച്ചു വരുത്തിയത്. അപ്പോൾ അതിൻ്റെ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് ഞാൻ കൊടുത്തതിന് ശേഷം ഞാനത് അണ്ടർടേക്ക് ചെയ്യാമെന്ന് പറഞ്ഞു, പ്രൊവൈഡഡ് ഐ ഷുഡ് ഗെറ്റ് ദി ഓർഡർ ഫ്രം ദി ദേവസ്വം ബോർഡ്. അങ്ങനെ ട്രാവൻകൂർ ദേവസ്വം ബോർഡിൽ നിന്ന് പെർമിഷൻ മേടിച്ച് തന്നിട്ട് ഞാനത് കംപ്ലീറ്റ് ഇളക്കി മാറ്റി അതിലെ വുഡിൽ ഡാമേജ് വന്നിരിക്കുന്ന വുഡ് റീപ്ലേസ് ചെയ്തിട്ട് ഇത് റീപ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാം ഇൻടാക്റ്റായിട്ട് കംപ്ലീറ്റ് വാട്ടർ പ്രൂഫാക്കി ഹാൻഡ് ഓവർ ചെയ്യണം. ഇപ്പോൾ കുംഭാഭിഷേകം നടത്തുന്ന സ്ഥിതിക്ക് ആ സാഹചര്യത്തിൽ ഡോക്ടർ വിജയ് മല്യ അവിടെ വിസിറ്റ് ചെയ്യുകയും സന്ദർശിച്ച് പോകുന്നതിന് മുമ്പായിട്ട് എന്നോട് പറഞ്ഞു, ഇതെല്ലാം പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടോയെന്നും കൂടി ഒന്ന് നിരീക്ഷിച്ച് പറയണം എന്ന് പറയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കറിയാവുന്ന ഒരു നിരീക്ഷണങ്ങൾ നടത്തി കംപ്ലീറ്റ് പരിശോധിച്ചിട്ട്, അതായത് മേൽക്കൂര, 3 കലശങ്ങൾ, 2 ദ്വാരപാലകർ, കാണിക്കവഞ്ചിയുടെ പ്രദേശത്തുള്ളത്, 2 തൂണ്, പുറത്തുള്ള ചരിത്രങ്ങൾ എല്ലാം കൂടിയിട്ടുള്ള ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് ഇത് 100% നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, എല്ലാ ശ്രദ്ധയും അതിലെടുത്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് ഞാൻ UB ഗ്രൂപ്പിലെ ഡോക്ടർ വിജയ് മല്യയ്ക്ക് കൊടുത്തത്. അപ്പോൾ അതിൽ വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഓൾ ദി വർക്ക്സ് വർ ക്യാരിഡ് ഔട്ട്, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ശരി, പിന്നീട് അതിനെന്ത് സംഭവിച്ചു എന്നുള്ളത് പ്രോസസ്സിൽ. അതെ, ശ്രീ സെന്തിൽനാഥൻ, ഒരു കാര്യം ഒന്ന് ഇടപെട്ട് ചോദിച്ചു കൊള്ളട്ടെ. ഇതിൽ കേടുപാട് സംഭവിച്ചതുകൊണ്ടാണ് ഇത് ഇളക്കി മാറ്റിയത് എന്ന് പറയുന്നുണ്ടല്ലോ. അത്തരത്തിൽ അങ്ങനെ കേടുപാട് വരാനുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ടോ? താങ്കൾ പറഞ്ഞല്ലോ അത് കൃത്യമായ പരിശോധനകളിലൂടെയാണ് കടന്നുപോയത്, വളരെ കൃത്യമായി തന്നെയാണ് അതിൽ സ്വർണം ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത്. ഇതിലെങ്ങനെയാണ് ഈ കേടുപാടുകൾ വരുന്നത്? ഹലോ 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 കേൾക്കാം ശ്രീ സെന്തിൽനാഥൻ, പറഞ്ഞോളൂ. ഹലോ ഇപ്പം കേൾക്കാം. അതായത് അപ്പോൾ അവരുടെ റെക്കോർഡ് അനുസരിച്ചിട്ട്, ദേവസ്വം ബോർഡ് റെക്കോർഡ് അനുസരിച്ചിട്ട് അവരെല്ലാം വന്നിട്ട് ഓരോ പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്ത് റെക്കോർഡിങ്ങിലാക്കി മാറ്റിയിട്ടുണ്ട് അവിടെ. അപ്പോൾ ആ റെക്കോർഡ് അവിടെ ഉണ്ടാവണം ഡെഫിനറ്റായിട്ട്. അത് പരിശോധിച്ചാൽ അറിയാൻ പറ്റും. ഈ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബെയർ കോപ്പറിൻ്റെ മുകളിലാണ് ഈ അമാൽഗമേഷൻ പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ഷീറ്റ്സ് വന്നിട്ട് ആദ്യം വേ ചെയ്യും. ഒരു empty ബുക്ക് എടുത്ത് അത് തൂക്കം എടുത്തതിന് ശേഷം ഗോൾഡ് അതിൽ വെച്ചിട്ട് രണ്ടാമത് തൂക്കും. അപ്പോൾ എത്ര ഗ്രാം അതിൽ ഗോൾഡ് വന്നിട്ടുണ്ട് ബുക്കിൻ്റെ അകത്തുണ്ടെന്ന് അറിയാൻ പറ്റും. അതിന് ശേഷം ഈ കോപ്പർ പ്ലേറ്റ് അവർ വേ ചെയ്യും. വേ ചെയ്തതിന് ശേഷം സ്വർണം പൂശും. സ്വർണം പൂശുക എന്ന് വെച്ചാൽ അമാൽഗമേഷൻ പ്രോസസ്സ്. എന്നിട്ട് വീണ്ടും ആ പാളി തൂക്കിയെടുത്തിട്ട് അത്രയും സ്വർണം അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടോ എന്നുള്ള വെരിഫിക്കേഷൻ ശേഷമാണ് റെക്കോർഡിങ്ങിലാക്കുന്നത്. ദാറ്റ് റെക്കോർഡിക്കൽ ഡെഫിനറ്റായിട്ട് അവിടെ ഉണ്ടാവണം എന്നുള്ളത് 100% ഷുവറാണ്. അതെ. പിന്നെ ഇതിൽ വരാൻ പറ്റുന്ന ഒരു സംഭവം പറഞ്ഞല്ലോ, ദ്വാരപാലകർ. ആ ദ്വാരപാലകർ കെമിക്കൽ പ്രോസസ്സ് വഴി, അതായത് ഫിംഗർ പ്രിൻറ്റ്സ് കൊണ്ടിട്ട് കാലക്രമേണ അത് ചെമ്പായി മാറാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ എൻ്റെ ദ്വാരപാലകരല്ല എന്നുള്ളതും കൂടി മനസ്സിലാക്കണം. കാരണം ഞാൻ ഈ അനുഭവം പറയാൻ കാര്യം വെച്ചാൽ തിരുപ്പതി ക്ഷേത്രത്തിൽ ഞാൻ ഇതേപോലെ വർക്ക് ചെയ്തിട്ടുണ്ട്.
അവിടെ ചുറ്റി വരുമ്പോഴേക്കും ഒരു സരസ്വതി പീഠമുണ്ട്. ആ സരസ്വതി പീഠത്തിൽ ജനങ്ങളെല്ലാവരും പൈസയും കയറി തൊട്ട് ഡാമേജ് ആവും. വിതിൻ 6 to 9 months ഡാമേജ് ആവും. അപ്പോൾ അവർക്ക് ഭയങ്കര ആശയമൊക്കെ ഇപ്പം വന്നിട്ട് 2-3 തവണ പ്ലേറ്റ് ചെയ്തിട്ടും ഇറ്റ് ഇസ് എഗെയിൻ ഇത് പ്രോബ്ലമായി. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ കംപ്ലീറ്റ് ഗോൾഡ് പോയിട്ടില്ല അവിടെ. ഓൺലി ടച്ചിങ് പോർഷൻ, എവിടെ ടച്ച് ചെയ്താൽ അവിടെ മാത്രമേ പോകുള്ളൂ. അതേപോലെ തന്നെ ഇത് കൊടുത്തു വിട്ടിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞത് ക്രിയേഷൻ സം കമ്പനിക്ക് കൊടുത്തു വിട്ടിരുന്നു, ആ കമ്പനി കംപ്ലീറ്റ് കോപ്പറ റിസീവ് ചെയ്തേക്കണമെന്ന് പറയണ അവിടെയും തെറ്റാണല്ലോ. അപ്പോൾ ആ ഗോൾഡ് എവിടെ പോയി എന്നുള്ളൊരു ചോദ്യം വരും. അതും ഇറ്റ് ഹാസ് ടു ബി ഇൻഫെക്റ്റഡ്. ഇത് ഈ ഒരു ഭക്തൻ എന്ന നിലകൂടി പറയുകയാണ്, നോട്ട് ആസ് എ കോൺട്രാക്ടർ ഓർ വിദഗ്ധൻ. ഞാനും ഐ എം പാർട്ട് ഓഫ് ശബരിമല ഭക്തൻ. കാരണം ഇത് പറയാൻ കാരണം 1950 കത്ത് പിടിച്ചപ്പോൾ മൈ ഗ്രാൻഡ് ഫാദർ വാസ് ഫോർച്ചുനേറ്റ് ടു സപ്ലൈ ദ കോപ്പർ ഷീറ്റ് ദെയർ. അപ്പോൾ വി ആർ ദി ഓൺലി മാനുഫാക്ചറേഴ്സ് ഓഫ് കോപ്പർ ഷീറ്റ് ദെയർ. അപ്പോൾ പത്രത്തിൽ വന്നതും ചെറുകുവേനെ തന്നെ ഈ ഒരു യോഗം കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ ഒരു ഭക്തിയുടെ ഒരു സാന്ദ്രത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഇതൊക്കെ ഇൻസ്പെക്ട് ചെയ്യേണ്ട കാര്യമാണ് എവ്രിവെയർ, എല്ലാ സ്ഥലത്തും. ഞാൻ അതിന് ശേഷം ആ വിശ്വാസം കൈപ്പറ്റിയ ശേഷം ഗുരുവായൂർ കംപ്ലീറ്റ് ക്ഷേത്രം ചെയ്തിട്ടുണ്ട്, കൊല്ലൂർ മൂകാംബികയിൽ കൊടിമരം ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ മുരുടേശ്വരം ശ്രീഷോറിൻ്റെ തൊട്ടടുത്ത് ഇന്നും ഡാമേജ് പറ്റിയിട്ടില്ല. ഉടുപ്പി ക്ഷേത്രം, കുക്കെ സുബ്രഹ്മണ്യ ക്ഷേത്രം, തിരുപ്പതിയുടെ എൻറ്റയർ വർക്ക്. അവിടുത്തെ ബോർഡ് മെമ്പർ പോലും ആദികേശൻ്റെ ചെയർമാൻ പോലും പറഞ്ഞിട്ടുണ്ട് ഈ ഗോൾഡ് പ്ലേറ്റഡ് ഐറ്റംസ് ഇവിടെ യൂസ് ചെയ്യാൻ പാടില്ലെന്ന്. കാരണം ഗോൾഡ് പ്ലേറ്റഡ് ഐറ്റം യൂസ് ചെയ്യുമ്പോഴേക്കും അവരത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ക്ലിയർ കോട്ടിങ് അതിനകത്ത് കൊടുക്കും. ദാറ്റ് ഈസ് നോട്ട് ആക്ച്വലി അഡ്വൈസബിൾ ഫോർ ദി താന്ത്രിക സിറ്റുവേഷൻ ഓഫ് ഡൂയിങ് ദാറ്റ് വർക്ക് ആൻഡ് ദാറ്റ് ഈസ് നോട്ട് അഡ്വൈസബിൾ. അപ്പോൾ എല്ലാ സ്ഥലത്തും വിവരങ്ങൾ താങ്കൾ പങ്കുവച്ചു കഴിഞ്ഞു. അതുമാത്രമല്ല ശ്രീ സെന്തിൽനാഥൻ, നമുക്ക് ഇതിൽ നിന്ന് അല്ലെങ്കിൽ കൃത്യമായി ഇതിൽ നിന്ന് സ്വർണം മാത്രം മാറ്റിയെടുക്കാൻ ഏതെങ്കിലും ഗൂഢശക്തികൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതും സാധ്യമാണോ എന്നതിലേക്ക് കൂടി എത്തേണ്ടതുണ്ട്.